വേൾഡ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ്, അന്നന്ന് തരുന്ന ആഹാരം കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സമാധാനവും വലിയൊരു ജീവനും നിങ്ങളിലേക്ക് വെളിപ്പെടുകയാണ്. ഒരു കാരണവശാലും നിങ്ങളിത് മിസ് ചെയ്യില്ല. ഇന്ന് മത്തായിയുടെ സുവിശേഷം 6:19 പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സൂക്ഷിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. അതിൻ്റെ കീവേഡാണ് നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കും. നമുക്കിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, നമ്മളിപ്പോൾ സൂക്ഷിക്കുന്നിടത്തൊന്നും കള്ളൻ കയറുന്നതോ തുരന്ന് മോട്ടിക്കുന്ന സ്ഥലത്തൊന്നും അല്ല നമ്മൾ നിക്ഷേപിക്കുന്നത്. നിക്ഷേപമുള്ളവർ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമായ നല്ല നാഷണലൈസ് ബാങ്കുകളിൽ അതിനുള്ള സെക്യൂരിറ്റി ഉണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം മോട്ടിക്കുന്നവനുണ്ട്. കാരണം ഈ നന്മയെ ഞാനിന്ന് വചനം ധ്യാനിച്ച പരിശുദ്ധമെന്ന് പറയുവാണ്, ഈ നിക്ഷേപത്തെ ഇന്ന് ഓൺലൈൻ തട്ടിപ്പ് അവരാരും വീട് തുറന്നൊന്നും മോട്ടിക്കുന്നില്ല. പക്ഷേ ഏൽപ്പിച്ചു കൊടുത്ത് തന്ത്രങ്ങളിലൂടെ ലക്ഷങ്ങൾ കോടികൾ ഉള്ളവരുടെ നഷ്ടമാകുന്നു. വേണേ നമുക്കിങ്ങനെ പറയാം, നിൻ്റെ നിക്ഷേപം, അതായത് നിൻ്റെ നിക്ഷേപം ഇരിക്കുന്ന ഹൃദയം ഇരിക്കും. ദൈവത്തെക്കാൾ അധികം നീ സ്നേഹിക്കുമ്പോൾ ഒരു വലിയ രോഗമായിരിക്കാം, അല്ലെ അനുസരിക്കാത്ത വേണം ഇങ്ങനെ പറയാം, നഷ്ടപ്പെടുത്തുന്ന മക്കളായിരിക്കും എഴുന്നേറ്റ്. എൻ്റെ അനുഭവങ്ങളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. തലമുറകളുടെ പിതാക്കന്മാരുടെ നന്മകളെ അവർ കോടികൾ മക്കൾക്ക് വേണ്ടി ചിലപ്പം നഷ്ടപ്പെടുത്തുന്ന മക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിക്ഷേപം വേണ്ടെന്നോ സമ്പാദ്യം വേണ്ടെന്നോ അല്ല ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെക്കാൾ അധികം ഒന്നിനെയും മുൻപേ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ദൈവം എല്ലാം തരും. അപ്പം നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഹൃദയം എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് നിക്ഷേപങ്ങളാണെങ്കിൽ അത് ലോകത്തിൻ്റെ ഇമ്പങ്ങളായിരിക്കാം. എന്താണ് നിങ്ങൾക്ക് വിഗ്രഹമായി, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് വരുന്നത്, അത് നമ്മളെ പ്രതികൂലമായി ബാധിക്കും. അതാണ് കർത്താവ് പറയുന്നത്. അതേസമയം ദൈവവും ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പോഷിപ്പിച്ച് ക്ഷേമമായ ദൈവം നടത്തും. അതാണ് പഴയ നിയമത്തിൽ തൻ്റെ മക്കൾ മരുഭൂമിയിലൂടെ വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് വചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ, അവരിൽ ഒരു ബലഹീനരുമില്ലായിരുന്നു, അവരെ സമ്പന്നരായിട്ട് ദൈവം പുറപ്പെടുവിച്ചു. അപ്പോൾ ദൈവത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, അവൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവം നമുക്കെല്ലാം തരും. അതൊന്നുമല്ല നമ്മുടെ ആശ്രയം. നാം അവൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസന നായകനും പൂർത്തിവരുന്നതിനുമായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ യാത്ര ചെയ്യുമ്പോൾ ദൈവം അന്നന്ന് തൻ്റെ മക്കൾക്ക് മന്ന ഒഴിച്ചു തന്ന പോലെ. അപ്പോൾ കള്ളനും തുരുപ്പ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, അതിന് ദൈവമല്ലാത്ത നന്മകളെ ഇന്നത്തെ കാലങ്ങളിൽ നോക്കിയാൽ നഷ്ടമായിരിക്കും, അത് നമ്മളിൽ നിന്ന് മാറിപ്പോകും. എന്നാൽ ദൈവം തരുന്നതിനെല്ലാം ദൈവം ഗ്യാരണ്ടിയാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ ദൈവം പഠിപ്പിക്കുന്നത് ദശാംശം കൊടുക്കാനും അതിൻ്റെ വിത്തുകൾ വിതയ്ക്കാനും ദൈവിക സുമേധ ദാനങ്ങൾ കൊടുക്കാനൊക്കെ പറയുന്നത്. അത് ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ആ ധനം ദൈവത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഒരിക്കലും നഷ്ടമാകാനോ ഒരു കള്ളൻ്റെയിലും ഒരു ദുഷ്ടൻ്റെയിലും പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്തേക്ക് എത്തട്ടെ. നമ്മുടെ നിക്ഷേപം ഉള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും.